യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. വെൺപകൽ സ്വദേശി സൂര്യ ഗായത്രിയെയാണ് ആൺ സുഹൃത്ത് വിപിൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. യുവതിയെ ബൈക്കിൽ കെട്ടിവെച്ച് പ്രതി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഇത് എന്താണ് സംഭവിച്ചത്? ഇത് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയോ അത് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ ഉപേക്ഷിച്ചോ? എന്താണ് സംഭവിച്ചത്? സ്മിത, അത്രത്തോളം നടക്കുന്ന വാർത്തയാണ് നെയ്യാറ്റിൻകര വെൺപകൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് നെയ്യാറ്റിൻകര വെൺപകൽ സ്വദേശിയായ സൂര്യഗായത്രിയെ ആൺസുഹൃത്ത് ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആക്രമണം നടന്ന സ്ഥലത്താണ്. ഈ കാണുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഉച്ചയോട് കൂടി തന്നെ ഈ സൂര്യഗായത്രി മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്ത് ഈ ആൺസുഹൃത്ത് ഈ വീട്ടിലെത്തുകയും ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ഈ വീട്ടിന്റെ ടെറസിന് മുകളിൽ വെച്ചാണ് ആക്രമണം നടന്നത്. സൂര്യഗായത്രി തന്റെ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ. ഈ സമയത്താണ് ഈ കൊടങ്ങാവള സ്വദേശിയായ വിപിൻ ഇവിടെ എത്തുകയും ഈ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തിയുമായി സൂര്യഗായത്രിയെ ആക്രമിക്കുകയും ചെയ്തത്. ഗുരുതരമായി ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഈ ടെറസിൽ വെച്ച് സൂര്യഗായത്രിയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം അവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന്റെ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സിറ്റൗട്ടിലടക്കം ഈ രക്തക്കറകളും രക്തപ്പാടുകളും ഒക്കെ തന്നെ കാണാം. ഇവിടെ നിന്ന് സ്വന്തം ബൈക്കിൽ കെട്ടിവെച്ചുകൊണ്ട് നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കാണ് ഈ പ്രതി സൂര്യഗായത്രിയെ കൊണ്ടുപോയത്. അവിടെ ഈ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വെച്ച് ഈ പരിക്കേറ്റ സൂര്യഗായത്രിയെ ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു എന്നതാണ് പോലീസും ദൃക്സാക്ഷികളും അടക്കം പറയുന്നത്. അത്രത്തോളം ക്രൂരമായ ഒരു ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൈക്കും കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ സൂര്യഗായത്രിയെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ദൃക്സാക്ഷികളുണ്ട്, ഇപ്പം വാർഡ് മെമ്പർ അടക്കമുണ്ട്. നമുക്ക് ഈ ഉണ്ടായ സംഭവം ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? സാർ, എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. എന്നെ 8-ാം വാർഡിൽ ഒരു മെമ്പർ വിളിച്ചിട്ട് ഇങ്ങനെ നിങ്ങളുടെ വാർഡിലുള്ളതാണോ സൂര്യഗായത്രി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സൂര്യഗായത്രി എൻ്റെ വാർഡിലുള്ളതാണ്, ഇങ്ങനെ വെട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഇല്ലയെന്നൊന്നും അറിഞ്ഞില്ല, ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത്രേ എനിക്കറിയാവുള്ളൂ. ഇവിടെ അങ്ങനെ വലിയ അടുത്ത് വീട്ടുകാരൊന്നും ഇല്ല? അല്ല, ഇവിടെ അടുത്തൊരു വീടുണ്ട്, അവിടെ താമസമില്ല, ആ വീട്ടിൽ താമസമില്ല. ഇവർ ബാക്കി 2-3 വീടെല്ലാം ഇതിന് കുറച്ച് അപ്പുറത്താണ്. പരിക്കേൽപ്പിച്ച ആളെ കുറിച്ച് അറിയാമോ? എനിക്കൊരു ഒന്നും അറിഞ്ഞൂടാ. ആ കുട്ടി ആരാണെന്നും അറിഞ്ഞൂടാ, എന്താണെന്നും അറിഞ്ഞൂടാ. കൊടങ്ങാവളയിൽ വീടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ അച്ഛൻ്റെ പേര് നടേശനാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്രേ എനിക്കറിയാവൂ. അസ്മിത, ഈ വാർഡ് മെമ്പർക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്കൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരമില്ല. കാരണം ഈ കുറച്ച് മാറിയ ഒരു സ്ഥലം കൂടിയാണ്, അടുത്ത ഒരു വീട് മാത്രമാണ് ഉള്ളത്. മറ്റു വീടുകളൊക്കെ തന്നെ കുറച്ച് ദൂരെ മാറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് നാട്ടുകാരൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് സൂര്യഗായത്രി മാത്രമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഒരു കൂട്ടുകാരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്രമണം നടന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം ഈ ഫോണിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ കൂട്ടുകാരി സൂര്യഗായത്രിയുടെ നിലവിളി ഫോണിൽ കൂടി കേട്ടിരുന്നു. തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിച്ചതോടുകൂടിയാണ് അമ്മ ഇവിടെ എത്തുന്നത്. പക്ഷേ ഈ ബന്ധുക്കൾ ഈ വീട്ടിൽ എത്തുന്ന സമയത്ത് സൂര്യഗായത്രിയോ ആരും തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ വീട് മുഴുവൻ ഒരു ചോരക്കളമായി ഇരിക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ സൂര്യഗായത്രിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബൈക്കിൽ തോർത്തുപയോഗിച്ച് കെട്ടിവെച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ഈ പ്രതി സൂര്യഗായത്രിയെ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്ന ആളുകളാണ് അവിടെ നിന്ന് ആശുപത്രിക്കുള്ളിലേക്ക് യുവതിയെ പ്രവേശിപ്പിച്ച ചികിത്സ നൽകിയത്. പക്ഷേ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. സ്മിത, ശരി, ഗുരുതരമായിട്ടുള്ള പരുക്കാണ് യുവതിക്ക് ഏറ്റിരിക്കുന്നത്. ഇയാളുടെ ലക്ഷ്യം അപ്പോൾ വെട്ടിപ്പരുക്കേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബൈക്കിൽ കെട്ടിവെച്ചൊക്കെ കൊണ്ടു. അപ്പം നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരത്തിലുള്ള അക്രമ വാർത്തകൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ എല്ലാ ദിവസവും പറയുന്നു. അപ്പോൾ ഒരു സമയത്ത് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്നേഹിച്ച ആളുകളെ ഇങ്ങനെ വെട്ടിപ്പരുക്കേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തുടർച്ചയായിട്ട് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്, അക്രമങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ ഈ വിമൻസ് ഈവനിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും അത് പറയാറുമുണ്ട് അല്ലേ? അതെ, ഇപ്പൊ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനെ വെട്ടുക കൊല്ലുക എന്നുള്ളത് ആ ഒരു രീതിയിലേക്ക് ആളുകളുടെ മനസ്സ് മാറുന്നു എന്നുള്ളത് ഭയാനകമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ ശരിക്കും പറഞ്ഞാൽ വേണ്ടതാണല്ലേ? പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യത്തിന് തല്ലാനും കൊല്ലാനും പോകല്ലേ എന്നുള്ളതാണ് എല്ലാ വിമൻസ് ഈവനിങ്ങിലും നമുക്ക് പറയാനുള്ളത്.